കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവനും ലാലേട്ടനെ പറ്റിയുള്ള വാർത്തകളാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു, പിന്നെ കേരള സർക്കാർ ലാലേട്ടനെ ആദരിച്ചു, ലാലേട്ടൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്കറിയാം ലാലേട്ടൻ്റെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ലാലേട്ടൻ വന്നത്. ആ ഒരു സിനിമയിൽ എൻ്റർ ആയ ശേഷം പിന്നെ കുറേ സിനിമകൾ അഭിനയിച്ചു. പക്ഷെ അതിനുശേഷം അതിനെ തുടർന്ന് ലാലേട്ടൻ അഭിനയിച്ച സിനിമകൾ, ലാലേട്ടന് എത്രത്തോളം സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചു, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് സിനിമകളെ കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 1978 ലാലേട്ടനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്ന് തിരനോട്ടം എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു, പക്ഷേ ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല. ഇത് കഴിഞ്ഞിട്ടാണ് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. അപ്പോൾ മഞ്ഞ് വിരിഞ്ഞ പൂക്കളിലേക്ക് ഓഡിഷനിലൂടെ ലാലേട്ടൻ പോകുന്നു, ലാലേട്ടൻ സെലക്ട് ചെയ്യുന്നു, കുറേ പുതുമുഖങ്ങൾ, ശങ്കർ, പൂർണിമ, വില്ലനായി ലാലേട്ടൻ, ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ലാലേട്ടൻ അതിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചു. നമുക്കറിയാം നവോദയയുടെ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് റിലീസായിട്ടില്ല. 1980 ഷൂട്ടൊക്കെ കഴിഞ്ഞത് റിലീസാവുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സഞ്ചാരി എന്ന് പറയുന്ന സിനിമ. അത് ഉദയയുടെ സിനിമയായിരുന്നു. നമുക്കറിയാം ഉദയ, നവോദയ രണ്ടും ഒരു കുടുംബത്തിലെയാണ്, രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസാണ്. അപ്പോൾ ഈ ഉദയയുടെ സിനിമയിൽ, സഞ്ചാരി എന്ന് പറയുന്ന സിനിമയിൽ പ്രേം നസീറും ജയനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ ഒരു നെഗറ്റീവ് റോളാണ്. ആ സിനിമ കണ്ടൊരു കാര്യം, ഞാൻ ആ സിനിമ ത്രൂ ഔട്ട് കണ്ടിട്ടില്ല, പക്ഷേ അതിലെ കുറച്ച് സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ അന്ന് ലാലേട്ടൻ അഭിനയിക്കുന്ന രണ്ടാമത്തെ സിനിമ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ഇറങ്ങിയിട്ടില്ല. ലാലേട്ടനെ ആർക്കും അറിയില്ല അന്ന്. അപ്പോൾ ഈ ഒരു ഷൂട്ടിനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മുടെ പ്രൊഡ്യൂസറായ ദിനേശ് പണിക്കർ, അന്ന് അദ്ദേഹം പ്രൊഡ്യൂസറല്ല, അന്ന് അദ്ദേഹം കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി ജോലിയിലേക്ക് കയറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന വീടും ഈ ഉദയ സ്റ്റുഡിയോക്ക് അടുത്തടുത്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിന് ഉദയ സ്റ്റുഡിയോയ്ക്ക് ഭയങ്കര ബന്ധമായിരുന്നു. അങ്ങനെ ആ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോവുകയും അങ്ങനെ ലാലേട്ടനായിട്ട് ദിനേശ് പണിക്കർക്ക് അന്നേ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അന്ന് അതിൻ്റെ ഷൂട്ടും എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാന ദിവസം ലാലേട്ടന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണം. പക്ഷേ ലാലേട്ടന് പോകാനൊരു വണ്ടിയോ അല്ലെങ്കിൽ വേണ്ട സൗകര്യങ്ങളൊന്നും ആ സ്റ്റുഡിയോൻ്റെ മാനേജേഴ്സ് ചെയ്തു കൊടുത്തിട്ടില്ല. ലാലേട്ടൻ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, വല്ല ബസ് പിടിച്ചെങ്കിലും പൊക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ടായിരുന്നു ഇത് സ്റ്റുഡിയോ ഒക്കെ. അപ്പോൾ ദിനേശ് പണിക്കരാണെന്ന് ലാലേട്ടനെ ആലപ്പുഴ ടൗണിൽ കൊണ്ടുവിടുന്നതും ലാലേട്ടൻ അവിടെ നിന്ന് ബസ് കയറി പോകുന്നതും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോക്ക് പിന്നീട് ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്കുള്ള പോക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒരു സഞ്ചാരി എന്ന് പറയുന്നത് സിനിമയൊക്കെ എന്തായാലും ആ സിനിമ ജയൻ്റെ മരണത്തിന് ശേഷം 81 ഫെബ്രുവരിയിൽ എന്താണ് ആ സിനിമ റിലീസാവണേ. അപ്പോൾ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ 80 ഡിസംബറിൽ റിലീസായി. ആ സിനിമ ഒരു 10 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഹിറ്റാണെന്ന് പ്രഖ്യാപിച്ചു. ലാലേട്ടൻ എല്ലാവരും അറിയപ്പെടുന്ന ഒരു നടനായി മാറി. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ 81 ലാലേട്ടൻ കമ്മിറ്റ് ചെയ്ത കുറേ സിനിമകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലും വില്ലൻ റോളുകളോ അല്ലെങ്കിൽ സൈഡ് റോളുകളോ ഒക്കെയാണ് കൂടുതൽ. കുറേ സിനിമകൾ ലാലേട്ടൻ 81 ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ലാലേട്ടൻ ഭാഗമായ സിനിമകൾ അതിൽ ഫാസിലിലെ തന്നെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ ടീമിൻ്റെ തന്നെ സിനിമയായ ധന്യ, IV ശശിയുടെ അഹിംസ, പിന്നെ തേനും വയമ്പും, തകില് കൊട്ടാമ്പുറം, ഊതിക്കാച്ചിയെ പൊന്ന്, ഇങ്ങനെ കുറേ സിനിമകളാണ്. കുറച്ച് ഒരു 10ൽ താഴെ സിനിമകളാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സിനിമകൾ പറയേണ്ട ഒന്ന് അഹിംസ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം IV ശശി എന്ന് പറയുന്ന അന്നത്തെ ഒരു ടോപ്പ് കമേഴ്ഷ്യൽ ഡയറക്ടർ, കമേഴ്ഷ്യൽ എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു എന്താ പറയുക, മലയാളത്തിലെ തന്നെ ഒരു വലിയൊരു ഫിലിം മേക്കർ തന്നെയാണ്. അത് കമേഴ്ഷ്യലായാലും നല്ല കലാമൂല്യമുള്ളതായാലും എല്ലാം മികച്ച ഒരു ഡയറക്ടർ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പിലോട്ട് ലാലേട്ടൻ എൻ്റർ ആവുന്നത് എന്ന് തന്നെ പറയാം. അത് അഹിംസ എന്നുള്ള സിനിമയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സീമ, IV ശശിയുടെ ഭാര്യയും നടിയൊക്കെയായ സീമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് അഹിംസയുടെ ലൊക്കേഷനിലാണ്. അഹിംസയുടെ ലൊക്കേഷനിൽ സീമ വരുമ്പോൾ ലാലേട്ടൻ സ്വയം ഒന്ന് പരിചയപ്പെട്ടു, ഇങ്ങനെ ഞാൻ മോഹൻലാൽ എന്ന് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് IV ശശിയുടെ എത്രയോ സിനിമകൾ, അപ്പോൾ മമ്മൂക്കയിലും ലാലേട്ടനായൊക്കെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ധന്യ എന്ന് പറയുന്നത് അത് മഞ്ഞ് വിരിഞ്ഞ പൂക്കളുടെ ഡയറക്ടർ ഫാസിൽ വീണ്ടും ചെയ്യുന്ന സിനിമയിൽ അതിൽ ലാലേട്ടൻ ഒരു സെക്കൻഡ് ഹീറോ എന്ന് പറയാവുന്ന ഇതാണ്. അത് ലാലേട്ടൻ അഭിനയിച്ചു. പക്ഷേ ധന്യ അന്ന് അത്ര വിജയമല്ലായിരുന്നു. എങ്കിലും ലാലേട്ടൻ അതിലും ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ആ വർഷം ലാലേട്ടൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച, അതായത് മലയാള സിനിമ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു സിനിമയുടെ തുടക്കം കുറിച്ച് 81 ആ സിനിമ തൊട്ടടുത്ത വർഷമാണ് റിലീസ് ചെയ്തത്. അത് പടയോട്ടം എന്ന് പറയുന്ന സിനിമയാണ്. പടയോട്ടം ഒരുപാട് എന്താ പറയുക, ചരിത്രം പറയുന്ന സിനിമയാണ്. ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത സിനിമയാണ്. അതിൽ അന്നത്തെ മലയാള സിനിമയിലെ പ്രമുഖരായ പ്രേം നസീറും മധു, മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും ആ സിനിമയിലുണ്ട്. ഇന്നത്തെ പ്രഗത്ഭ സംവിധായകരായ
സിബി മലയിലും പ്രിയദർശനമൊക്കെ ആ സിനിമയുടെ ഭാഗമാണ്. നമ്മുടെ നവോദയ അപ്പച്ചൻ്റെ മകൻ ജിജോ അദ്ദേഹമാണ് ആ സിനിമയുടെയൊക്കെ ഒരു എന്താ പറയുക, ആ സിനിമയുടെ ഡയറക്ടറും ആ സിനിമയുടെ മൊത്തത്തിൽ ആ സിനിമ ഓർഗനൈസ് ചെയ്തതൊക്കെ അദ്ദേഹമാണ്. പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് കഥകൾ പറയേണ്ട, അത് നമുക്ക് മറ്റൊരു എപ്പിസോഡ് പടയോട്ടത്തെക്കുറിച്ച് മാത്രമായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഈ പറഞ്ഞ പോലെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമ കൊണ്ട് ലാലേട്ടന് കിട്ടിയ അവസരങ്ങൾ, അത് എത്രത്തോളം ലാലേട്ടൻ വിനിയോഗിച്ചു എന്നുള്ളതൊക്കെയാണ്. അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സിനിമകളൊക്കെയാണ്. പിന്നെ ലാലേട്ടൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് സിനിമകളിലൂടെ തന്നെ എനിക്കൊന്നും ഒരിക്കലും സിനിമ ഇല്ലാതിരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ലാലേട്ടൻ പിന്നെ കിട്ടുന്ന റോളുകൾ അത് വില്ലനായാലും ക്യാരക്ടർ റോളായാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ 81-ലും ഒന്നും നായകൻ ലെവലിലേക്ക് ലാലേട്ടൻ എത്തിയിട്ടുള്ള നായകത തുല്യമായിട്ടുള്ള റോളുകളൊന്നും അങ്ങനെ ലഭിച്ചിട്ടില്ല. ധന്യ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ ചെറിയൊരു സീനിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും 81 എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടൻ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ആണ് ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കുറേ സിനിമകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തതുണ്ടാവും. എന്തായാലും പറ്റുമെങ്കിൽ ആ സിനിമകളൊക്കെ കാണുക. അപ്പോൾ എന്തായാലും 82 എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടൻ എങ്ങനെയായിരുന്നു, അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പടയോട്ടം എന്ന് പറയുന്നൊരു സിനിമയിൽ. പിന്നെ 82 ആയപ്പോഴേക്കും ലാലേട്ടൻ ചെറിയ രീതിയിലൊക്കെ ഒരു നായകതുല്യമായിട്ടുള്ള വേഷങ്ങളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു കഥകളൊക്കെ നമുക്ക് ഇനി വരും എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്യാം.